നാളെ 25-ാമത്തെ രാവാണ്, പിന്നെ 27-ാമത്തെ രാവാണ്, പിന്നെ 29-ാമത്തെ രാവാണ്. അപ്പൊ നാളെ പറ്റുന്ന ആളുകൾ ഒരാൾ ഞാൻ നിർബന്ധിച്ചില്ല, ഉസ്താദെ ഇന്നെ വിളിച്ചില്ലാവുന്ന ഞാൻ ഇപ്പം എല്ലാവരോടും കൂടി പറഞ്ഞു, നാളെ പറ്റുന്നവർ തറാവിയിൽ നിർബന്ധത്തിൽ പങ്കെടുക്കണം. എനിക്കിപ്പോൾ നാളെ നാട്ടിൽ അർജന്റ് കാര്യത്തിന് പോകേണ്ടതുണ്ട്. നാളെ ഈ ഖദറിന്റെ രാത്രി പ്രതീക്ഷിക്കാവുന്ന രാത്രി ഇല്ലേച്ചിട്ട് വണ്ടി വരുന്നുണ്ട്. നമ്മളവിടുന്ന് ചികിത്സിക്കാണ്ട് വണ്ടിയിൽ നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടാവിച്ചിട്ട് നിങ്ങളപ്പോൾ ഇങ്ങനെ തിന്ന് മൊക്കറട്ടി തിന്നാലേ ഇക്കയെ തിന്നാലായിട്ടല്ലേ. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കണം. നമ്മളെല്ലാവരും കൂടിയിട്ട് ഏതെങ്കിലും ഒരൊറ്റ മനുഷ്യ മതി ആമീൻ, ഏതെങ്കിലും ഒരാളെ ആമീൻ മതി. അത് നമ്മളെ സദസ്സ് കബൂലാവൂലേ, നമ്മളെ വീട്ടിലുള്ള പ്രയാസം നീങ്ങൂലേ, നമ്മളെ കുടുംബത്തിലുള്ള വിഷമം നീങ്ങൂലേ? എന്താ നീങ്ങാത്തത്? ചില ആൾക്കാർ പറയുന്നുണ്ട്, സാറേ ഞാൻ കുറേ ദൂരന്ന് സ്വീകരിക്കണില്ല. അപ്പൊ സ്വീകരിക്കണ കോലത്തിൽ തുറന്നാൽ കഴിഞ്ഞു. ഞാനിപ്പോൾ ഇന്നലെ ഒരു മനുഷ്യനെ അവിടെ പള്ളിയിൽ ഞാൻ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഞാൻ രാത്രി നേരം വൈകിട്ട് എത്തി വന്ന സമയത്ത് രാത്രി 2.5 മണിക്കൂർ എൻ്റെ കണ്ണുകൊണ്ട് നീ കരയാണ്. റബ്ബ് പറയാണ്, യാ റബ്ബി അനസ്തു ഖുൽത അലൈത അഗ്റഖു ശജറതൻ വാഹിദതൻ മിൻ നജ്ഫാനി ബിദുമൂഇ ഐനി മിൻ ഖശിയതി ഇല്ലാ അൻജൈതഹു മിനൻ നാർ. ഏതെങ്കിലും ഒരാൾ തന്റെ കണ്ണിന്റെ പുരികയിലുള്ള അവിടുത്തെ ഏതെങ്കിലും ഒരു രോമം എടുത്ത് പറയുമെന്നോ ലോകത്തിന്റെ ഗുരുനബി മുഹമ്മദ് മുസ്തഫ, ഒരൊറ്റ രോമം നാളെ റബ്ബിന്റെ കോടതിയിൽ വന്നിട്ട് പറയും, അന്റെ കൈ നിനക്കെതിരെ പറഞ്ഞു, കാല് നിനക്കെതിരെ പറഞ്ഞു, എല്ലാ അവയവങ്ങളും നിനക്കെതിരെ പറഞ്ഞു. പക്ഷെ ഒരൊറ്റ കണ്ടാൽ നമുക്ക് നിസാരാണ്. നമ്മൾ നിസാരമായി കാണുന്ന റബ്ബിന്റെ അടുത്ത് ചിലപ്പോൾ വലുതാക്കാൻ നോക്കി. ആ കണ്ണിന്റെ പുരിക നിനക്ക് നാളെ പറയും, പരലോകത്ത് വന്നുകൊണ്ട് പറയും അത്രേ, യാ റബ്ബി അനസ്ത ഖുൽത ഐനിയ ഖറഖു ശഅറത വാലിദ മിൻ നജ്ഫാനിഹാ ബിദുമൂഇ ഐനി ബില ഖശിയത്തില്ലാ ഇല്ലാ അൻജൈതഹു മിനൻ നാർ. എന്റെ രക്ഷിതാവേ, ഈ നിൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അയാളെ എല്ലാവരും സുഖനിദ്രതയോടെ കൂടെ കിടന്നുറങ്ങുമ്പോൾ, എല്ലാവരും നല്ല രാഗത്തോടുകൂടെ നല്ല സന്തോഷത്തോടുകൂടെ കിടന്നുറങ്ങുമ്പോൾ, തന്റെ വീട്ടിന്റെ അകത്തളത്തിലോ തന്റെ പള്ളിയുടെ അകത്തളത്തിലോ വെച്ചുകൊണ്ട് ഇന്നാലിന്റെ സ്ഥലത്ത് സാക്ഷി പറയുമെന്ന്. എന്തേ പറയുന്നത്? അയാളെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീര് എന്റെ രോമത്തിലൂടെ നനഞ്ഞിട്ടുണ്ടെന്ന് ആ കണ്ണ് നാളെ പറയുമെന്നു ലോകത്തിന്റെ ഗുരുനബി മുഹമ്മദ് മുസ്തഫ. കരയാത്ത കണ്ണുകളെ കരഞ്ഞുകൊണ്ടേയിരിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ആ ഒരൊറ്റ കാരണം നമ്മളെ എല്ലാ തെറ്റോടെ തുലാസിൽ നിൽക്കുകയാണ്. കരഞ്ഞ് രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് കരഞ്ഞിട്ട് റബ്ബിനോട് എൻ്റെ വിഷമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ കാരണം മതി. സ്വർഗത്തിൽ നിന്നും നരകത്തിൽ നിന്നും അവനെ ഇങ്ങോട്ട് തന്നെ വലിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഓർഡർ കൊടുക്കുമെന്ന് ലോകത്തിന്റെ ഒരു നബി മുഹമ്മദ് മുസ്തഫ. എല്ലാവരും വന്ന് കണ്ട് മേന്ന് കരയാൻ വേണ്ടിയിട്ടല്ലോ. നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ച്, 4/27 നമുക്ക് ഫുള്ളായിട്ട് ഹയാത്താക്കണം. അള്ളാഹു കബൂലാക്കി തരുമാറാവട്ടെ. ഇവിടെ ഈ കേൾക്കുന്ന ഒരൊറ്റ മനുഷ്യന് വരാതിരിക്കരുത്. നിങ്ങളങ്ങനെ വരില്ല, നിങ്ങളെ വരിയിലൊക്കെ പരിപാടി വരുമ്പോൾ എന്നോട് ഒന്ന് പറയില്ലേ, അപ്പൊ ഞാനും കാണിച്ചത് നിങ്ങൾക്ക്. നിങ്ങൾ വന്നിട്ട് ചെയ്ത് കുഴപ്പമില്ലാന്നുള്ളവർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ജോലിക്ക് പോകുന്ന ആളുകൾക്കൊന്നും ഒരു തടസ്സമില്ലാത്ത രൂപത്തിലാണ് നമ്മളെ പരിപാടി. അതിൻ്റെ അടിയിൽ അതിനുള്ള ക്ഷീണം മാറ്റാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പോകുമ്പം അത്തായ സമയത്തുള്ള ഭക്ഷണം നിങ്ങൾക്ക് പൊതിയാക്കി തരും. കറി നിങ്ങൾ വരിയിൽ ഏതായാലും ഉണ്ടാക്കണ്ടല്ലോ, അതിനുള്ള ചെറിയൊരു ചോറ് ഇവിടെ ഉണ്ടാവും. അത് നിങ്ങളെ കയ്യിൽ തിന്നിട്ട് നിങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞേക്കുക. നമ്മുടെ വീട്ടിലുള്ള നമ്മളെ ഭാര്യ സഹോദരിമാർ ഒരു വെറും മൊബൈലുകൾ ഇങ്ങനെ കൊരങ്ങ് പൊണ്ണോക്കണ മാതിരി നോക്കേണ്ടതല്ല. ഇറ്റിങ്ങളും ഇതൊക്കെ തിരിയണം, ഇറ്റിങ്ങൾക്കും സ്വർഗം നേടണം. നമ്മൾ മാത്രം ജന്നത്തെ യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞ് ഇമാമ് പറയുമ്പോൾ ഏറ്റു പറഞ്ഞേണ്ടത് മാത്രം സ്വർഗത്ത് പോകണമല്ല, ഐറ്റിങ്ങളും ഞമ്മതിനേറെ മുന്നേ സ്വർഗത്ത് പോകാനാണ്. ഇനി ഒന്നുകൂടി ചിന്തിച്ചോളി,
നമ്മളിങ്ങനെ ഇബാദത്തെടുക്കും, തരക്കൽ പോയി കണ്ട ഇങ്ങനെ കേടെടുത്തും അതുകൊണ്ട് ഒഴിവാക്കും, മറ്റുള്ളവരുടെ കുറ്റവും തെറ്റവും പറയും. ഇതൊക്കെ നമ്മൾ മാറ്റണം. സ്വയം ചിന്തിക്കുക. നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ മുഖത്തെ വർണ്ണിക്കുക, എന്നിട്ട് മറ്റവരെ വർണ്ണിച്ചാൽ മതി. നമ്മൾ സ്വയം ചിന്തിക്കുക. ഞാനിന്ന് ജമാഅത്തിന് പോയിട്ടില്ല, ഞാനിന്ന് നിസ്കരിച്ചിട്ടില്ല, പഠിച്ചോനെ ജിന്റെ മുഖത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ചിലപ്പോൾ ഭയങ്കരമായിരിക്കും തോന്നും. ഹബീബായ റസൂലുള്ളാഹി ഇതുകൂടി പറഞ്ഞ് നിർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ തന്റെ സ്വഹാബി ഓടി വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, എന്റെ വാപ്പ മരണപ്പെട്ടിട്ട് നിങ്ങൾ എത്രയും വേഗം എന്റെ വീട്ടിലേക്കൊന്നും കടന്നു വരുമോ? സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങളും സ്വഹാബാക്കളും കൂടിക്കൊണ്ട് തന്റെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരാളുടെ വാപ്പയാണ് മരണപ്പെട്ടിട്ടുള്ളത്. വാപ്പാടെ മയ്യിത്ത് കാണാൻ വേണ്ടി ഹബീബായ തങ്ങളങ്ങ് പോവുകയാണ്. അതാ അവിടെ എത്തുമ്പോൾ ആ മയ്യിത്തിന്റെ മുഖത്തുള്ള തുണി അങ്ങ് മാറ്റി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങളങ്ങ് ഞെട്ടിപ്പോയി. ഹബീബായ തങ്ങളങ്ങ് പേടിച്ചു പോയി. കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ട്. എന്താണ് കണ്ണ് കാഴ്ച എന്നറിയുമോ? വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, പേടിക്കണ്ടോ, അയാളുടെ ശരീരം, അയാളുടെ മുഖമുണ്ടല്ലോ, അയാളുടെ മുഖം അങ്ങ് വില്ലാതെ വർണ്ണിച്ചു പോയിട്ടുണ്ട്. അയാളുടെ മുഖം പന്നിയുടെ രൂപത്തിലാണ്, കണ്ടാൽ പേടിപ്പിക്കുന്ന തരത്തിലുള്ള മുഖമാണ്. അയാൾ നാട്ടിൽ ദാനധർമ്മം കൊടുത്ത ആളാണ്. അയാൾ നാട്ടിൽ വല്ല സംവിധാനങ്ങളിൽ ഏർപ്പെട്ട ആളാണ്. അയാൾ റിലീഫ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളാണ്. അയാൾ രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളാണ്. അയാൾ സാമൂഹ്യമായി സേവനം ചെയ്തു കൊടുത്ത ആളാണ്. പക്ഷേ റബ്ബിനൊരിക്കലും പോലും റബ്ബിന്റെ മുന്നിലേക്ക് തന്നെ തല കൊണ്ടുപോയി താഴ്ന്നു വെച്ചിട്ടില്ലല്ലോ. ആ കാരണം കൊണ്ട് മാത്രമാണ് അയാളെ മയ്യത്തിന്റെ രൂപം എന്ന പന്നിയുടെ കോലത്തിലാക്കിയിട്ടുള്ളതെന്ന് ലോകത്തിന്റെ ഗുരുനാഥൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു അത്രേ. അപ്പോഴാണ് പറഞ്ഞത്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ, എന്റെ സമുദായത്തിൽ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ വന്നുകൂടാവ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കും ഒരു മനുഷ്യരെയും എത്തിക്കല്ല അല്ലാഹ്, ഒരിക്കലും നീ എത്തിക്കല്ല റബ്ബേ. എന്തുകൊണ്ട്? റബ്ബിന്റെ ഹബീബായ തങ്ങളെന്ന് പ്രാർത്ഥിച്ച കാരണം കൊണ്ടാണ്. ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള പല ആളുകളുടെയും മയ്യിത്തിന്റെ കോലം മാറ്റിമറിക്കപ്പെടാത്തതെന്തോ? ഹബീബ് റസൂലുള്ളാഹി. അങ്ങനെയാണ് നമ്മളെ കൂട്ടത്തിൽ കുറെ പന്നിന്റെ നായന്റെ കുറുക്കന്റെ ഒക്കെ മോഡല് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അന്ന് ഹബീബായ തങ്ങൾ പ്രാർത്ഥിച്ചോളാം തന്നെ. അന്ന് ഹബീബായ തങ്ങൾ പ്രാർത്ഥിച്ചോളൂ, അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് ഒരു മനുഷ്യന് കൊടുക്കല്ലേ. കാരണം അയാള് ദാനധർമ്മം കൊടുത്തവരാണ്. അയാള് എല്ലാ സംവിധാനം ഏർപ്പെട്ടാണ്, പക്ഷെ നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് അയാളെ മുഖം വിവരണമാക്കി കൊടുത്തു. ത്വഹാ റസൂലുള്ളാഹ്. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ, ഇനി ഇതൊക്കെ മനസ്സിലാക്കാൻ പോണില്ല. ഇനി നമ്മൾ ഖിയാമത്ത് നാൾ വരുമ്പോൾ അപ്പുറത്തൂടെ ദജ്ജാൽ വരുമ്പോൾ ഓടണ ഓട്ടോ ഓടുമ്പോഴതൊക്കെ തിരിയുള്ളൂ. അല്ലാഹു നമുക്ക് നല്ല ബോധം തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. 27 രാവ് എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ഏകദേശം തറാവി നിസ്കാരത്തിനൊക്കെ പങ്കെടുത്ത്, നാളത്തെ തറാവി നിസ്കാരത്തിന് പങ്കെടുത്ത്, തിങ്കളാഴ്ച തറാവി നിസ്കാരം കഴിഞ്ഞ് 11 മണിയാവുമ്പോഴേക്കും എല്ലാവരും പള്ളിയിലേക്ക് എത്തി ഇവിടെ ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി ഇരുന്ന് നമുക്ക് റബ്ബിനോട് എല്ലതും പറയണം. ഒരു ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഒഴിവാക്കാം, പിറ്റേ ദിവസം ചൊവ്വാഴ്ച, അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകുന്നത് ഒരു ക്ഷീണം വരൂല. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ക്ഷീണം വരൂല. ആരോഗ്യം കൂടുക എന്നല്ലാതെ അല്ലാഹു ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട്